ഹായ് ഡിയേഴ്സ്, ഞങ്ങളുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വ്ളോഗിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞങ്ങളുടെ 16ാമത് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഇതേപോലെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 16ാമത് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സൽമാനിയിലുള്ള ഇന്ത്യൻ ഡിലേറ്റ്സ് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. ഫ്രണ്ട്സൊക്കെ ചേർന്ന് ഒരു സെലിബ്രേഷൻ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം ഞങ്ങൾ ഉമ്മലസത്തു നിന്ന് സൽമാനിയുള്ള ഇന്ത്യൻ ഡിലേറ്റ്സ് റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞത് ഈ മെയ് 10-നായിരുന്നു. 2010 മെയ് 10-നായിരുന്നു ഞങ്ങളുടെ വിവാഹം നടന്നത്. ഏകദേശം 16 കൊല്ലത്തോളം കഴിഞ്ഞു. അപ്പോൾ അന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് നമുക്ക് ആഘോഷിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. പിറ്റേന്ന് ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു, അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകണമായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഒരു വീക്കെൻഡായിട്ട് ഒരു ലഞ്ചോട് കൂടി ഒരു ചെറിയ സെലിബ്രേഷനാണ് ഞങ്ങളിപ്പം ഇന്ത്യൻ ഡിലേറ്റ്സ് റെസ്റ്റോറൻറ്റിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അടുത്തുള്ള സുഹൃത്തുക്കൾ മാത്രമേ ഇതിൽ പങ്കെടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊരു വലിയൊരു ആഘോഷമായിട്ടൊന്നുമല്ല, ഞങ്ങളുടെ സന്തോഷത്തിന് ഫ്രണ്ട്സൊക്കെ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയും കൂടെയാണ്. അടുത്ത കൊല്ലം ആരൊക്കെ ഇവിടെ ഉണ്ടാവുമെന്നറിയില്ല. ഒരുപാട് ആൾക്കാരൊക്കെ നാട്ടിലേക്ക് സെറ്റിലാവാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. എന്തായാലും ഈ ഒരു കുഞ്ഞ് സെലിബ്രേഷനിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളിപ്പോൾ സൽമാനിലുള്ള ഇന്ത്യൻ ഡിലൈറ്റ്സ് റെസ്റ്റോറൻറ്റിൽ എത്തി. 12 മണി മുതൽ 3 മണി വരെയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഡിലൈറ്റ്സ് റെസ്റ്റോറൻറ്റിൻ്റെ ഹാൾ നമ്പർ 3 ആണ് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് സൽമാനിൽ അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. ഒരുപാട് പ്രോഗ്രാമുകളും ഫംഗ്ഷനുകളും ബർത്ത്ഡേ പാർട്ടികളൊക്കെ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് വെച്ച് നടത്തിയിട്ടുണ്ട്. എന്തായാലും ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഹാൾ നമ്പർ 3 എന്ന് പറയുന്നത് ഒരു മീഡിയം, ഏകദേശം ഒരു 40-45 പേർക്ക് ഇരിക്കാവുന്ന ഒരു മീഡിയം സൈസിലുള്ളൊരു ഹാളാണ്. അതുപോലെ തന്നെ ഒരു വലിയ ഹാളും അതുപോലെ തന്നെ ഒരു ചെറിയ ഹാളും ഈ ഒരു ഫ്ലോറിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പം ആൾക്കാരൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ കാണിക്കാം. Told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away. As you fade away. Yeah, I'm about to fade away, cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay. Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അത് പ്രായമായി വരികയാണ്. 45 മുകളിലോട്ട് 40 മുകളിലോട്ട് പ്രായത്തിലോട്ട് കിടക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒഫീഷ്യലായി സ്വാഗതം ചെയ്യാനായി അവരെ രണ്ടുപേരെയും കുട്ടികളെയും. പ്രിയമുള്ളവരെ, 16 കൊല്ലം പൂർത്തീകരിച്ചിരിക്കുകയാണ്. 16ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. വിജയക്കാരെയൊക്കെ ഒന്ന് വിളിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഇത് നടത്തിയതിനു ശേഷം ഒരുപാട് പരാതികൾ കേൾക്കാനുള്ള ചാൻസ് ഉണ്ട്, സാഹചര്യമുണ്ട്. എങ്കിൽ കൂടി ഇന്ന് ഇതിലേക്ക് കടന്നു വന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കൊക്കെ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വിവാഹ വാർഷിക സെലിബ്രേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദനയില്ല,
പിന്നെ ഞങ്ങളുടെ ഈ ഒരു ചെറിയ ചടങ്ങിൽ എത്രത്തോളം നിങ്ങളെല്ലാവരും വന്നു ചേർന്ന് ഒത്തിരി സന്തോഷം. പിന്നെ ഈ വർഷം ഞങ്ങൾ യുവവർഷം ഒന്നും നടത്താമെന്ന് ഒട്ടും ഞങ്ങൾ ആഗ്രഹിച്ചില്ല. എൻ്റെ പപ്പയുടെ മരണം, അപ്പം ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ അതിൽ നിന്നുള്ള ഇങ്ങനത്തെ ചടങ്ങൊക്കെ വിചാരിച്ചിരുന്നില്ല. പിന്നെ പെട്ടെന്നൊരു നമ്മൾ തീരുമാനിച്ചാണ് ഇങ്ങനൊരു ചടങ്ങ് നടത്താമെന്നുള്ള രീതി. പക്ഷേ നിങ്ങളുടെ തിരക്കിൻ്റെ ഇടയിലേക്ക് ഞങ്ങളുടെ ഈ ചടങ്ങ് വന്നു ചേർന്നതിന് ഒത്തിരി സന്തോഷം. നമ്മളിവിടെ പലരും ഈ വേറെ കണ്ടുമുട്ടിയതും സുഹൃത്തുക്കളായതും ഒക്കെ പല സംഘടനകൾ വഴിയാണ്. ആ സംഘടനയിൽ പ്രധാനപ്പെട്ടതാണ് ഞാനും അനുഭവമൊക്കെ കണ്ടുമുട്ടുന്നത് കൊല്ലം പ്രവാസി അസോസിയേഷൻ എന്ന 2019 പേരിൽ രൂപീകരിച്ച സംഘടന വഴിയാണ്. ഇപ്പോൾ അതിനെ നയിക്കുന്നത് KPA പ്രസിഡന്റ് ശ്രീ അനോജ് മാസ്റ്ററാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, 2 വാക്ക് സംസാരിക്കാനായി. നമുക്ക് എന്താ പറയുക, അനൂപിനെ പരിചയപ്പെട്ടതും അതേപോലെ ഇരിക്കുന്ന എല്ലാവരെയും പരിചയപ്പെട്ടത് കൊല്ലപ്രവാസി അസോസിയേഷൻ്റെ ഇത് തന്നെയാണ്. എങ്കിൽ പോലും നമുക്കൊരു എന്താ പറയുക, മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന സൗഹൃദം അത് പ്രവാസി ജീവിതത്തിൽ നമുക്ക് എപ്പോഴും എന്താ പറയുക, നമ്മൾ ഏതൊരു സാഹചര്യത്തിൽ പോയാൽ നമുക്ക് മാറ്റിവെക്കേണ്ടത്. നമുക്ക് എപ്പോഴും ഒരു പെട്ടെന്ന് നമ്മൾ നേരത്തെ അനുഭവം പറഞ്ഞാൽ നമ്മൾ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ചില സാഹചര്യത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മളെ കൂടെ നിൽക്കുന്ന, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് സുഹൃത്തുക്കളെ ഈ ഒരു വേറെ ഭൂമിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് അനൂപിനെ കിട്ടിയത്. അതേപോലെ ഈ ഒരു 16ാം വാർഷികം ആഘോഷത്തിന് തുടക്കമാണ്. അത് നീണ്ടുവരട്ടെ, ഒരുപാട് വാർഷികങ്ങൾ ആഘോഷിക്കാനുള്ള അവസരങ്ങളാവട്ടെ, അവരുടെ ലൈഫിൽ എന്നും സന്തോഷങ്ങൾ നിറഞ്ഞു നിൽക്കട്ടെ. അപ്പം നേരത്തെ ഇനി പറഞ്ഞ കണക്ക് അനൂപിന് സാമ്പത്തികം കുമിഞ്ഞു കൊടുട്ടെ. ഇനി വരുന്നതിന് അനൂപ് ഇതിൽ നിന്നും വിപുലമായി ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ അതെല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. നമസ്കാരം. പ്രിയമുള്ള അനൂപ്, സീന അനൂപ്, മറ്റ് സുഹൃത്തുക്കളെ, വിവാഹ വാർഷിക ആഘോഷം തീർച്ചയായിട്ടും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. വിവാഹം എന്ന് പറയുന്നത് തന്നെ 2 വ്യത്യസ്ത സ്വഭാവക്കാര്, വ്യത്യസ്ത ചിന്താഗതിയുള്ളവര്, വ്യത്യസ്ത പ്രദേശങ്ങളിൽ ജീവിക്കുന്നവര് ഒക്കെ കൂടിച്ചേരുന്ന ഒരു നിമിഷമാണ് വിവാഹം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് വിവാഹം സ്വർഗത്തിലൊക്കെ വെച്ച് നടക്കുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ കൂടിച്ചേർന്ന 2 പേര് കഴിഞ്ഞ 16 വർഷമായി ജീവിക്കുകയും ഈ സമൂഹത്തിലേക്ക് പുതിയ ജനറേഷനെ നൽകുകയും ചെയ്തുകൊണ്ട് സമൂഹത്തെ ക്രിയാത്മകമായി നിലനിർത്തുന്നതിന് വളരെ ഫലപ്രദമായ രീതിയിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദമ്പതികളാണ്. അവരുടെ ജീവിതത്തിനിടയിൽ ഒരു പക്ഷേ വ്യത്യസ്തങ്ങളായ സുഖ ദുഃഖ സമ്മിശ്രമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകാം. ഇനിയും അതുണ്ടാകുമെന്ന് തന്നെയാണ് നാം വിശ്വസിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും മനുഷ്യനാണല്ലോ. ഏതായാലും അതിനിടയിലും ഇങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക വഴി വളരെ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള സന്ദേശം കൂടിയാണ് നൽകാൻ അവർ ശ്രമിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും അതുണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ജീവിതത്തിൻ്റെ ഏതറ്റം വരെ പ്രപഞ്ചനാഥൻ അവർക്ക് ആയുസ് കൊടുക്കുന്നു, അതുവരെയും നല്ല രീതിയിൽ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ, കുടുംബത്തിന് ഉതകുന്ന രീതിയിൽ ജീവിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കൂടിയിരിക്കുന്നവരുടെ മനസ്സുകളിൽ ഏതെങ്കിലും തരത്തിലൊക്കെ പല പ്രാവശ്യം പ്രത്യേകിച്ച് സമൂഹത്തിൽ ഇടപെടുന്നവർക്ക് പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് എങ്കിൽ അത് ഈ കൂടിച്ചേരലുകൾ കൊണ്ട് മനസ്സിനകത്തുനിന്നുള്ള എല്ലാ വിഷമങ്ങളും ഒക്കെ മാറ്റണമെന്നും അവർക്ക് നല്ല രീതിയിലുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവർ നല്ല രീതിയിൽ അവർ നമ്മുടെ സൗഹൃദമാണ്, സുഹൃത്താണ് എന്ന പരിഗണനയിൽ അവർ നമ്മളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് മുന്നേറാം. അവർക്കും അവരുടെ 2 മക്കൾക്കും നല്ല രീതിയിൽ, ഒരാൾ എന്നോട് ഭയങ്കര എതിർപ്പുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കളിയിൽ ഞാൻ റെഫറി ആയിരുന്നപ്പോൾ എന്നെ എതിർത്ത വ്യക്തിയാണ്. പക്ഷെ നല്ല മിടുക്കരായ 2 കുട്ടികളാണ്. അവരുടെ ഫുട്ബോൾ കളിയും ആ മകൻ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു മകനാണ്.
അതായത് പഠനത്തിലുമൊക്കെ സമൂഹത്തിന് ഉതകുന്ന രീതിയിലുമൊക്കെ അവർ വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ആയുർ ആരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഇന്നിങ്ങനെ ഒരു പരിപാടി നമ്മളെ ക്ഷണിച്ച അനുപേട്ടനും സീന ചേച്ചിക്കും ഇനിയും ഒരുപാട് വർഷം, ഇന്നിപ്പോൾ ഏകദേശം 16 വർഷം ആയി, ഇനിയും ഒരുപാട് വർഷം ഒരുമിച്ച് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. അതുപോലെ തന്നെ അനുപേട്ടനോടുള്ള പരിചയം എൻ്റെ പാർട്ടിപരമായിട്ടുള്ള ബന്ധം വെച്ചിട്ടാണ്. അങ്ങനെ പലരും പല സംഘടനപരമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള ഒത്തുകൂടൽ പല പല സംഘടന വഴിയും മറ്റു ബന്ധങ്ങൾ വെച്ചൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അറിയത്തില്ല. അനുപേട്ടനും സീന ചേച്ചിക്കും എൻ്റെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you, and it's twisted, you've been gifted with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls full of pins, pierce my heart straight through. I got issues in my head, I like you in my bed, but you keep me on red. Oh, everything is like a test, I better not text or I'll come off desperate. But if I lay down and I play dead and I stay dead, baby you'll get sick of being the monster out of my head, under my bed, think you're something out of my nightmares. Please come, please come. But if I lay down and I play dead and I stay dead, then will you get bored? So if I play dead, will you regret everything that you did, that you said? I don't think you understand what you're doing, and my heart's black and blue from the bruising. I feel like when I'm with you I'm losing. I feel like you think that this amusing, sitting there gaslighting and confusing. Was it me? Is it me? Am I deluded? I'm the one who's always sorry, the conclusion, even though I offer all of the solutions. I wish you loved me like I love you, it's stupid. When I'm alone with you I never feel lucid. I wish I wasn't struck by Cupid. I wish when I first saw you I knew this. When I'm with you I feel so useless, I feel diluted, my heart's been wounded. Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. But if I lay down and I play dead and I stay dead, baby you'll get sick of being the monster out of my head, under my bed, think you're something out of my nightmares. Stay me right there. But if I lay down and I play dead and I stay dead, then will you get bored of killing me? Then will you get bored of killing me? ഞങ്ങളുടെ ജീവിതത്തിലെ 16-ാമത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ
ഈ അവസാന ഘട്ടങ്ങളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. മനോഹരമായ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി തന്നെയായിരുന്നു ഈ കൊല്ലവും ഞങ്ങൾ ആഘോഷിച്ചത്. കഴിഞ്ഞ വർഷവും ഇന്ത്യൻ ഡിലൈറ്റ്സിൻ്റെ ഇതേപോലുള്ളൊരു ചെറിയ ഹാളിൽ തന്നെയായിരുന്നു ഒരു ചെറിയ സെലിബ്രേഷനോട് കൂടി ഞങ്ങളുടെ 15ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചത്. അതിനേക്കായി മെച്ചമായിട്ട് ഈ വർഷം ആഘോഷിക്കുവാനുള്ള സൗഭാഗ്യവും അനുഗ്രഹവും ഒക്കെ ദൈവം തമ്പുരാൻ തന്നു. ഇനിയുള്ള വർഷങ്ങളിലും അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളൊക്കെ തരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.